ഹായ്, ഞാൻ ആര്യ, ഗാനഡോറിൻ്റെ കഥകളുടെ വഴികാട്ടി. ചരിത്രത്തിലെ മറവികൾ തേടി ഞാൻ വരുന്നു, കഥ പറയാൻ, അനുഭവിപ്പിക്കാൻ. എല്ലാ കഥകളും സത്യവും സ്വപ്നവും ചേർന്നുള്ള യാത്രകളാണ്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രപഞ്ച ചരിത്രത്തിൽ ചില പേരുകൾ ഒരിക്കലും മറക്കാനാകില്ല. ഒരു ചെറു രാജകുമാരൻ ലോകം കീഴടക്കാനുള്ള അനശ്വര ആഗ്രഹത്തോടെ ജനിച്ചു. മഹത്വത്തിൻ്റെയും യോദ്ധത്വത്തിൻ്റെയും പ്രതീകം. ഒരു മാലഗോരിയൻ രാജകുമാരൻ, ലോകത്തെ അതിൻ്റെ അതിഥിയായി മാറ്റാൻ ശ്രമിച്ച ഒരു യോദ്ധാവ്. ഇന്ന് നാം അലക്സാണ്ടറിൻ്റെ ജീവിതം പാതി വെളിപ്പെടുത്താൻ പോകുന്നു. മേസഡോണിയയിൽ ജനിച്ചു വളർന്നു ഒരു ചെറു പ്രഹരകുമാരൻ. പിതാവ് ഫിലിപ്പ് ശക്തനായ രാജാവ്, അമ്മ ഒളിമ്പിയാസ് തീക്ഷ്ണമായ ബുദ്ധി. ഈ രണ്ട് ശക്തികളുടെയും സ്വാധീനം അലക്സാണ്ടറിൻ്റെ ഉള്ളിൽ ഒരു അനശ്വര അടിത്തറ പണിതു. അലക്സാണ്ടർ വളർന്നു മെസഡോണിയയിലെ രാജകുടുംബത്തിൽ. ചെറുപ്രായത്തിൽ തന്നെ അന്യമായ തടസ്സങ്കല്പം. ചെറുപ്പത്തിൽ അലക്സാണ്ടർ അക്കാദമിയിൽ പഠിച്ചു. കാവലാളി അരിസ്റ്റോട്ടലിനെതിരെ അനേകം ചോദ്യങ്ങൾ ചോദിച്ചു. അക്കാദമിയിലെ പഠനം, അരിസ്റ്റോട്ടലിൻ്റെ ശാസ്ത്രപാഠങ്ങൾ, ചെറുപ്രായത്തിൽ തന്നെ വിജയം നേടാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം. ചിന്തിക്കാൻ പഠിക്കുകയും വിജയം നേടാൻ താൽപ്പര്യം കാണിക്കുകയും ചെയ്തു. ചെറുവയസ്സിൽ തന്നെ അദ്ദേഹം യോദ്ധാവിൻ്റെ മാനസികത വളർത്തു തുടങ്ങി. എല്ലാം അദ്ദേഹത്തെ ഒരേ സമയം മനുഷ്യനും അതീവ യോദ്ധാവുമായി മാറ്റി. ഒരു കാമ്പസിൽ ജീവിച്ച ഒരു രാജകുമാരൻ ലോകത്തെ ചലിപ്പിക്കാൻ ഒരുങ്ങി. തന്നെ 20 വയസ്സിൽ രാജാവാക്കി നിർത്തി. അത് ചെറിയ ഒരു പ്രാരംഭം മാത്രമാണ്. ലോകത്തിൻ്റെ ഭൂപടം മാറ്റാൻ അലക്സാണ്ടർ തീരുമാനിച്ചു. ഗ്രീക്കിയിൽ നിന്നാരംഭിച്ച് ആസിയ, ഈജിപ്ത്, ഇന്ത്യ വരെ ഒരു നിർഭയ യോദ്ധാവായി മുന്നേറി. ഒരു ചെറു രാജ്യം പോലും അദ്ദേഹത്തിന് പരിധിയല്ല. ഗ്രീക്കിയ, ഏഷ്യ, ഈജിപ്ത്, ഇന്ത്യ. ഒരു യോദ്ധാവിൻ്റെ വീരസഞ്ചാരം. അലക്സാണ്ടർ സൈനികരെ പ്രചോദിപ്പിച്ചു, ഭയം അകറ്റി, പ്രതിരോധം തകർത്ത് ഭൂഖണ്ഡങ്ങളെ കീഴടക്കി. പ്രതിഭാസം, ധൈര്യം, പ്രതിഘാതങ്ങൾ എല്ലാം അദ്ദേഹത്തെ അതുല്യനാക്കി. എന്നാൽ അദ്ദേഹം വെറും യോദ്ധാവ് മാത്രമല്ല, മനുഷ്യനും ആയിരുന്നു. സൈനികരെ പ്രിയം നൽകി, ഒരിക്കൽ പോലും തൻ്റെ സൈന്യത്തിൻ്റെ ആശങ്കകൾ അവഗണിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ദൃഢസങ്കല്പം, അനശ്വരമായ ധൈര്യം അവന് സിമിതികളില്ലാത്ത ശക്തി നൽകി. ഓരോ മുന്നേറ്റവും, ഓരോ യുദ്ധവും ഒരു ചരിത്രമാറ്റം. അദ്ദേഹം വെറും യോദ്ധാവല്ല, മനുഷ്യൻ, ചിന്തകൻ, അജ്ഞാത ഭാവിയുടെ സൃഷ്ടാവ്. എന്നാൽ വിജയങ്ങൾ എളുപ്പമല്ല. പുതിയ ഭൂഖണ്ഡങ്ങൾ കീഴടക്കുമ്പോൾ അലക്സാണ്ടറിൻ്റെ ഉള്ളിൽ മാത്രം അറിയാവുന്ന ഒരുതരം വേദനയും ഉണ്ടായിരുന്നു. സൈന്യത്തിൻ്റെ വിശ്വാസം, അടുത്തവരുടെയും പിന്തുണ, രാജകുടുംബത്തിൻ്റെ പ്രതിസന്ധികൾ, ഇവ എല്ലാം അദ്ദേഹത്തെ മനുഷ്യനാക്കി. ഒരിക്കലും പൊറുതിമുട്ടാതെ ലോകം കീഴടക്കാൻ ഉള്ള ആ തീവ്ര സങ്കല്പം അദ്ദേഹത്തെ നിസ്സഹായത്തിലും നയിച്ചു. പക്ഷേ ഈ മനുഷ്യമായ യോദ്ധാവ് ചരിത്രത്തിലെ ഏത് നേതാവിനും തുല്യമായില്ലാത്തൊരു സ്വപ്നം കണ്ടു. വിജയങ്ങൾ അനവധി, എന്നാൽ സർഗീയവും നിഷ്ഠൂരവുമായ വെല്ലുവിളികൾ എല്ലാം അദ്ദേഹത്തെ സമീപിച്ചു. പിതാവിൻ്റെ മരണം, പുതിയ ഭൂഖണ്ഡങ്ങളുടെ അസാധാരണ ഭാരങ്ങൾ, സൈന്യത്തിൻ്റെ പ്രതീക്ഷകൾ എല്ലാം അദ്ദേഹത്തെ ഒരു മനുഷ്യനാക്കി. അവനിൽ ഉണ്ടായ ശക്തിയും ദുഃഖവും ആഗ്രഹവും നിസ്സഹായതയും ഒരേ സമയം ലോകത്തെ സൃഷ്ടിക്കുന്ന ശക്തിയാക്കി. ഓരോ നീക്കവും ഓരോ തീരുമാനവും ചരിത്രത്തിലെ തീവ്ര സ്പന്ദനമായി മാറി. അലക്സാണ്ടർ മഹാവീരൻ, ഒരു യോദ്ധാവ്, ഒരു സ്വപ്നദൃശ്യദർശി, ലോകം മാറ്റിയ ഒരു മനുഷ്യൻ. ചെറുപ്രായത്തിൽ കണ്ട സ്വപ്നങ്ങൾ, ധൈര്യവും പ്രതിബദ്ധതയും, അനശ്വരമായ ആഗ്രഹം. മഹത്വം ലഭിക്കാൻ ധൈര്യം, ആഗ്രഹം, ആന്തരിക ശക്തി ഒരുമിച്ച് ചേരണം. അലക്സാണ്ടർ ഒരു കഥ, ഒരു ചരിത്രം, 1000 വർഷങ്ങൾക്ക് മുമ്പും ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ, ഒരു യോദ്ധാവ്, ഒരു കഥ ഇന്നും ചരിത്രത്തിൽ ജീവിക്കുന്നു. ഇതുപോലുള്ള ലോകത്തിൻ്റെ മറഞ്ഞുപോയ പോരാളികളെയും തനിച്ചുള്ള അവരുടെ അസാധാരണ ജീവിതങ്ങളെയും പരിചയപ്പെടാൻ ഞങ്ങളോടൊപ്പം ഈ യാത്ര തുടരും. നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ. അവരുടെ കഥകൾ ഈ ലോകം മറക്കരുത്.